ഹരിശ്രീഗണപതയേ നമഃ. അവിഘ്നമസ്തു. നമസ്കാരം. ഞാൻ ബ്രഹ്മശ്രീ പ്രദീപ് പണിക്കർ കുരിച്ചി. നീണ്ട 44 വർഷങ്ങളായി അസ്ട്രോളജിയും ബ്ലാക്ക് മാജിക്കും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞാൽ പലരും ചിന്തിക്കുന്നത് കറുത്ത മാജിക്, കറുത്ത മന്ത്രവാദം അല്ലെങ്കിൽ ദുർമന്ത്രവാദം ആണെന്നാണ്. ഈ ദുർമന്ത്രവാദത്തിനൊക്കെ അതിൻ്റെ നല്ല വശങ്ങൾ ഉപയോഗിക്കുന്നവർക്ക്, അതിൻ്റെ ദോഷവശങ്ങൾ മാറ്റുന്നവർക്ക് അത് പറയാൻ പേടിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ആരെയും ദ്രോഹിക്കാൻ വേണ്ടി ഒരു കർമ്മവും ചെയ്യാറില്ല. അപ്പോൾ ഇത്തരം കർമ്മങ്ങൾക്ക് വേറിട്ട രീതിയിലുള്ള ചിന്താ വിഷയങ്ങൾ ആവശ്യമായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് വശീകരണ കർമ്മങ്ങളാണ്. നിരവധി പേർ എൻ്റെ കർമ്മങ്ങളിലൂടെ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. അവരുടെ ആഗ്രഹങ്ങൾ സംതൃപ്തിയോടെ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വശീകരണ മാന്ത്രികം എന്ന് പറയുന്നത് ഭൂമി ഉണ്ടായ കാലം മുതൽ തന്നെ ഉണ്ടായ ഒരു ശാസ്ത്രമാണ്. ജ്യോതിഷശാസ്ത്രം അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രം എന്നറിയപ്പെടുന്ന ആ മഹത്തായ ശാസ്ത്രം എത്രയോ വർഷങ്ങളായിട്ട് ഈ ലോകത്തിന് നൽകിയ സംഭാവനകൾ കുറച്ച് കാണാൻ കഴിയും. ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ശാസ്ത്രമാണ് വശ്യം അല്ലെങ്കിൽ വശീകരണം. ഒട്ടനവധി പേർക്ക് അതിൻ്റെ എല്ലാ മാസ്മരിക ശക്തികളോടുകൂടിയും തന്നെ അവരുടെ ആവശ്യങ്ങൾ സാംശീകരിച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വശീകരണ ശാസ്ത്രത്തിൻ്റെ ശക്തിയായിട്ടുള്ള തെളിവായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത്രയോ വർഷമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടി ഒരു മനുഷ്യന് സിദ്ധിക്കുക, അല്ല അവർക്കതിൻ്റെ ആഗ്രഹങ്ങൾ സാംശീകരിക്കുക എന്നുള്ളത് പറയുമ്പോൾ വളരെയധികം സംതൃപ്തി നൽകുന്ന ഒരു കാര്യം തന്നെയാണത്. വശീകരണ ശാസ്ത്രം ഒട്ടനവധി മേഖലകളിൽ ഒട്ടനവധി രീതിയിൽ പലരും ചെയ്തു വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഏറ്റവും പെട്ടെന്ന് തന്നെ വശീകരണ ശാസ്ത്രപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വശ്യത്തിന് അതിൻ്റേതായ എല്ലാ മാസ്മരിക ശക്തികളോടും കൂടി തന്നെ പെട്ടെന്നുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് വശീകരണം അല്ലെങ്കിൽ വശ്യം എന്നറിയപ്പെടും. അതുപോലെ തന്നെയാണ് ബിസിനസ് തകർച്ച. ബിസിനസ് പരമായിട്ട് ഒരു മനുഷ്യൻ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞാൽ അയാളുടെ ബിസിനസ്സിനെ വീണ്ടും പഴയ രീതിയിൽ എത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വളർച്ച സാധ്യമാവുക. ഏത് രീതിയിലുള്ള തകർച്ചയും നമുക്ക് മാറ്റുവാൻ കഴിയും മൂർത്തിയുടെ അല്ലെങ്കിൽ ദേവതയുടെ ശക്തിയാൽ നമുക്ക് ആ കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് അയാൾ എങ്ങനെയാണോ തകർന്നതിന് മുമ്പുള്ള ആ അവസ്ഥയിലേക്ക് ശത്രുക്കളുടെ എല്ലാവിധ ദോഷങ്ങളും മാറ്റിക്കൊണ്ട് തന്നെ നമുക്ക് പഴയ രീതിയിലേക്ക് മാറ്റുവാൻ കഴിയും. പിന്നെയുള്ളത് വിവാഹശേഷമുള്ള ബന്ധത്തിൻ്റെ തകർച്ചയാണ്. അതും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു 21 മുതൽ 41 ദിവസത്തെ കാലയളവിൽ തന്നെ തെറ്റിപ്പോയ ദമ്പതികളെ വീണ്ടും ഒന്നിപ്പിച്ച് ചേർക്കുവാൻ കഴിയും. ചിലപ്പോൾ ഒരു മാസമെല്ലാം അധികമായിട്ടൊക്കെ ചിലപ്പോൾ വേണ്ടി വരും ഈ കാര്യങ്ങൾക്ക്. എങ്കിൽ തന്നെയും അതൊരു സമയനഷ്ടമായി കാണാതെ അത് ആ ഒരു പ്രവൃത്തിയുടെ കാലയളവായി കണ്ടുകൊണ്ട് കാത്തിരുന്നു കഴിഞ്ഞാൽ നിശ്ചയമായും ആ കാര്യങ്ങൾ നടക്കുന്നതാണ്. എൻ്റെ 44 വർഷത്തെ ജ്യോതിഷ ജീവിതത്തിനിടയിൽ ഒട്ടനവധി ആളുകളെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുവാനും തകർച്ചയിൽ നിന്ന് അവരുടെ ജീവിതത്തിൻ്റെ ഉയർച്ചകളിലേക്ക് എത്തിക്കുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡൗൺ ടു ദി എർത്ത് എന്നുള്ള അവസ്ഥയിൽ നിന്ന് വീണ്ടും പഴയപടി തിരിച്ചു കൊണ്ടുപോയതിൽ എത്രയോ കാലങ്ങളായി എൻ്റെ കൂടെ തന്നെ കർമ്മങ്ങൾ ചെയ്ത് നിലനിൽക്കുന്ന ആൾക്കാർ ഇന്നുമുണ്ട്. കുശാൽ നഗറിൽ നിന്നുള്ള ലോകേഷ്, മുംബൈയിൽ നിന്നുള്ള സുരേഷ് പാണ്ഡ്യൻ, തമിഴ്നാട്ടിൽ നിന്നുള്ള അരുൾ, കാനഡയിൽ നിന്നുള്ള കൃഷ്ണ ഗോയൽ, ബ്രിട്ടനിൽ നിന്നുള്ള സുനിത, അങ്ങനെ ഒട്ടനവധി പേർ, അവരുടെ പേരുകൾ പറഞ്ഞാൽ തീരാത്തത്രയും അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ ഏകദേശം 138 രാജ്യങ്ങളിലോളം ഞാൻ കർമ്മം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു കഴിവായിട്ടോ അതല്ലെങ്കിൽ എൻ്റെ മാത്രം
ഒരു ഭാവന സൃഷ്ടിയായിട്ടോ ഞാൻ കാണുന്നില്ല. അതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം, ഞാൻ ഉപാസിക്കുന്ന മൂർത്തികളുടെ അനുഗ്രഹങ്ങൾ. 9 മൂർത്തികളെയാണ് ഞാൻ ഉപാസിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട മൂർത്തി കിരാതമൂർത്തിയാണ്. പിന്നെ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി, ഭദ്രകാളി, ഗുളികൻ, ദുർഗ, മഹാഗണപതി, ദക്ഷിണാമൂർത്തി, ആഞ്ജനേയസ്വാമി, 108 ഭൂതഗണങ്ങൾ. ഇങ്ങനെ ഉപാസനാമൂർത്തികളുടെ നീണ്ട നിരകളുള്ളപ്പോൾ തന്നെയും ചുടലമൂർത്തിയെയും മലക്കാരിയുമൊക്കെ ഞാൻ ഉപാസിക്കാറുണ്ട്. ചില പ്രത്യേക പൂജകൾക്കായി അവരെ ഉപയോഗിക്കാറുമുണ്ട്. കൂടുതൽ ജ്യോതിഷപരമായിട്ടുള്ള അറിവുകൾ സമ്പാദിക്കണമെങ്കിൽ ഈ ചാനലിലെ ആദ്യകാല വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ ജ്യോതിഷശാസ്ത്രത്തെയും കൂടോത്രം, ദുർമാന്ത്രികം, മാന്ത്രികം, അതിൽ 6 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്ന വിഭാഗങ്ങൾ, അങ്ങനെയുള്ള നീണ്ട രീതിയിലുള്ള മാന്ത്രിക പഠനത്തെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും ഈ ചാനൽ മുഖേന ലഭ്യമാണ്. തുടക്കം മുതൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ വളരെയധികം അറിവ് നേടുവാൻ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അത്. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.